നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജിംഖാന അതോടെ തന്നെ പറയേണ്ട പേരാണ് ബസൂക്ക. ഈ രണ്ട് സിനിമകളാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബസൂക്ക ഒരു മമ്മൂട്ടി ചിത്രമാണ്. ആലപ്പുഴ ജിംഖാന താരതമ്യേന പുതുമുഖങ്ങളായിട്ടുള്ള നടന്മാരുടെ സിനിമയാണ്. നെസ്ലിൻ ഇപ്പോൾ ഒരു താരപദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു നല്ലൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഹിറ്റ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. എന്ത് തന്നെയാലും ആലപ്പുഴ ജിംഖാന സൂപ്പർ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കണക്ക് കൂട്ടുമ്പോൾ ബസൂക്കയുമായിട്ടുള്ള കണക്കിന്റെ ഒരു താരതമ്യം കൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്കിലേക്ക് വരുന്ന സമയത്ത് ആലപ്പുഴ ജിംഖാന ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 2,65,00,000 രൂപയാണ്. 2,65,00,000 രൂപ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ച ആലപ്പുഴ ജിംഖാനയ്ക്ക് ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ ബസൂക്കയുമായിട്ട് മുട്ടി നിൽക്കാൻ സാധിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ബസൂക്കയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് 3,25,00,000 രൂപയാണ് എന്നുള്ളത്. അതായത് ഏകദേശം 60 ലക്ഷം രൂപയുടെ മാറ്റം മാത്രമാണ് ഈ രണ്ട് സിനിമകളും തമ്മിൽ ആദ്യ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു നല്ല ഒരു മത്സരം ആലപ്പുഴ ജിംഖാന കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് വേണം അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ. എന്നാൽ രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ കളി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. രണ്ടാം ദിവസം ആലപ്പുഴ ജിംഖാനയ്ക്ക് 2,80,00,000 രൂപയോളം കളക്ഷൻ കിട്ടുന്നു. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യ ദിവസത്തേക്കാൾ 5.66% ഗ്രോത്ത് ആണ് കളക്ഷനിൽ കാണുന്നത്. സാധാരണ വ്യാഴാഴ്ചകളിൽ പടം റിലീസ് ചെയ്യുമ്പോൾ വെള്ളിയാഴ്ചയിലേക്ക് വരുമ്പോൾ കളക്ഷന്റെ ഇടിവാണ് കാണുന്നത്. ഒരു 30 മുതൽ 40% വരെ ഇടിവ് സംഭവിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ ആലപ്പുഴ ജിംഖാനയ്ക്ക് 5.66% ഉയർച്ചയാണ് രണ്ടാം ദിവസം കാണുന്നത്. ബസൂക്കയിലേക്ക് വരുമ്പോൾ 2,10,00,000 രൂപയായിട്ട് ചിത്രത്തിന്റെ രണ്ടാം ദിവസ കളക്ഷൻ ഇടിയുന്നുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 34.38% ആയിട്ട് കളക്ഷൻ ഇടിയുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മൂന്നാം ദിവസത്തേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴ ജിംഖാന ഒരു എതിരാളികൾ പോലും ഇല്ലാത്ത രീതിയിൽ അടിച്ചു കയറുന്നതാണ് കാണാൻ സാധിക്കുന്നത്. 3,51,00,000 രൂപയിലേക്ക് കളക്ഷന്റെ കുത്തനെയുള്ള ഉയർച്ചയാണ് കാണാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടാം ദിവസത്തെ 2,80,00,000 രൂപയിൽ നിന്ന് 3,51,00,000 രൂപയിലേക്ക് വരുമ്പോൾ രണ്ടാം ദിവസത്തെ കളക്ഷനേക്കാൾ 25.36% ഉയർച്ച അവിടെ കാണാൻ സാധിക്കും. ആദ്യ ദിവസം 2,65,00,000 രൂപ കിട്ടിയോടുത്തുനിന്നാണ് മൂന്നാം ദിവസം 3,51,00,000 രൂപയിലേക്ക് വരുന്നതെന്നോട് കൂടി ഓർക്കുക. എന്നാൽ നേരെ മറിച്ച് ബസൂക്കയിലേക്ക് വരുന്ന സമയത്ത് നിരാശയായിരുന്ന ഫലം. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2,10,00,000 രൂപ രണ്ടാം ദിവസം കിട്ടിയോടത്തു നിന്ന് 1,85,00,000 രൂപയിലേക്ക് ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ കളക്ഷൻ ഇടിയുന്നത് കാണാം. അതായത് 11.90% ഇടിവ് മൂന്നാം ദിവസവും സിനിമയ്ക്ക് സംഭവിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നോക്കുമ്പോൾ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയ്ക്ക് 8,98,00,000 രൂപ, 9 കോടി രൂപ 3 ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 7,16,00,000 രൂപ മാത്രമാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ വിദേശ മാർക്കറ്റുകളിലെ കളക്ഷൻ നോക്കുമ്പോൾ ബസൂക്ക തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആലപ്പുഴ ജിംഖാനയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയിട്ടില്ല. വലിയ കാര്യമായിട്ടുള്ള റിലീസിംഗ് GCCയിൽ പോലും ആലപ്പുഴയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് GCCയിലുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു. ബസൂക്കയ്ക്കാണോ ആലപ്പുഴയ്ക്കാണോ കൂടുതൽ തിയേറ്ററുകൾ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ബസൂക്കയ്ക്ക് തന്നെയായിരിക്കും റിപ്പോർട്ടുകളിൽ വിശ്വസിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.